നമസ്കാരം. യോഗേൻ്റെ യാത്രയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ 6 ദിവസത്തെ ഒരു യാത്രയായിരുന്നു എന്നല്ല പറയാം അല്ലേ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഓരോ യാത്രയിൽ കൂടെ സഞ്ചരിച്ചു പോയി. പല ആളുകൾക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല അല്ലേ, സ്വാഭാവികമാണ്. എന്നാലും നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സംഭവിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ ഈ 7 days പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ കുറച്ചും കൂടി ഭംഗിയായിട്ട് അത് തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും. എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് പോകും. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് എല്ലാം നമ്മൾ ലാസ്റ്റ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ ഒന്നുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഓക്കെ, സോ ആസ് യൂഷ്വൽ കാലൊക്കെ മുന്നോട്ടേക്ക് നീട്ടി വയ്ക്കും. ചെറിയ ചെറിയ ബ്രീത്തിങ്സുകൾ ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യും. ഡീപ്പ് റിലാക്സേഷന് കുറച്ച് സമയം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജോയിൻ്റ് എക്സസൈസുകൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കാലിൻ്റെ വിരലുകൾ മടക്കുക. 1 2 1 2 1 2 1 2 1 2 1 2. ഫീറ്റ് 1 2 1 2 1 2 1 2 1 2 1 2 1 2. ആംഗിൾ റൊട്ടേഷൻ 1 2 3 4 5. തിരിച്ച് റിവേഴ്സ് 1 2 3 4 and 5. കാൽമുട്ട് 1 2 1 2 1 2 1 2 1 and 2 1 and 2. ഓക്കെ. ഇനി കൈയുടെ വിരലുകൾ അല്ലേ, കൈ മുന്നോട്ടേക്ക് നീട്ടണം. കൈ വിരലുകൾ 1 2 1 2 1 2 1 2 1 2 1 2. റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5. തിരിച്ച് 1 2 3 4 and 5. എൽബോ 1 2 1 2 1 2 1 2 1 2 1 2. ഷോൾഡർ റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5. തിരിച്ച് റിവേഴ്സ് 1 2 3 4 and 5. ഓക്കെ, ഫൈൻ. നെക്കിൻ്റെ മൂവ്മെൻറ്റ്, up and down movement. Now head up, chin up, head down, chin down, head up, chin up, head down, head chin down, head up, chin up, head down, chin down, head up, chin up, head down, chin down, head up, chin up, head down, chin down. Back to the center, side to side. Now towards your right, back to the center, towards your left. Now back to center, now right, back to center, left. Now back to center, right, back to center, left, back to center, right, back to center, left, back to center, right, back to center, left. Okay, fine. Now എന്ത് ചെയ്യണം, ഫ്രണ്ട് ആൻഡ് ബാക്ക്, ഫ്രണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ബോഡി ഓവറോൾ അല്ലേ. കാൽപാദങ്ങൾ ലേശകത്ത് വയ്ക്കുക, മുന്നോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യണം. 1 2 1 2 1 2 1 2 1 2 1 2 1 2. ലാസ്റ്റ് 1 and 2. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജോയിൻ്റ് എക്സസൈസുകളായിട്ട് ശരീരത്തിന് ചെറിയൊരു വ്യായാമം രീതിയിൽ നമ്മൾ ചെയ്ത് പഠിച്ചത്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ബ്രീത്തിങ് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യണം ബിഫോർ ഡൂയിങ് ദ
ഫൈനൽ റിലാക്സേഷൻ, അതിന് യോഗനിദ്ര എന്നും കൂടി പറയും. അങ്ങനെ ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് പഠിച്ച 2 ബ്രീത്തിങ് എക്സസൈസിലാണ് അപ്പ് ആൻഡ് ഡൗണും നേരെ സൈഡ് വേസ് ബ്രീത്തിങ്ങും. ഇത് നമുക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം. ഓക്കെ, നൗ സൈഡിലേക്ക് ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം. ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്യാം, എക്സ്ഹേൽ ചെയ്യാം. ഓക്കെ, ഇത് 2 ബ്രീത്തിങ് എക്സസൈസുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കൈകളെടുത്ത് അല്ലേ ശ്വാസം ഹോൾഡ് ചെയ്തിട്ട് ചെയ്ത് 2 ബ്രീത്തിങ് എക്സസൈസുകൾ ആഡ് ചെയ്തു. അത് നമുക്ക് ചെയ്ത് നോക്കണം. സോ നട്ടലൊക്കെ നിവർന്നിരിക്കാം, നിവർന്ന് നിൽക്കാം. ഓക്കെ, സോ ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റാർട്ട്. 1, ഇൻഹേൽ ചെയ്യാം, ഹോൾഡ് ചെയ്യുക, കൈ മുകളിലേക്ക് വലിച്ച് നിർത്ത്, എക്സ്ഹേൽ സ്ലോലി. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, കൈ മുകളിലേക്ക് വലിച്ച് നിർത്ത്, വിത്ത് എക്സ്ഹേൽ. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, കൈ മുകളിലേക്ക് വലിച്ച് നിർത്ത്, എക്സ്ഹേൽ. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, കൈ മുകളിലേക്ക് വലിച്ച് നിർത്ത്, എക്സ്ഹേൽ. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, കൈ മുകളിലേക്ക് വലിച്ച് നിർത്ത്, വിത്ത് എക്സ്ഹേൽ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, നേരെ തിരിച്ച് ചെയ്യണം അല്ലേ. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരാം, എക്സ്ഹേൽ. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരാം, വിത്ത് എക്സ്ഹേൽ. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരാം, വിത്ത് എക്സ്ഹേൽ. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരാം, എക്സ്ഹേൽ. ലാസ്റ്റ് വൺ. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരാം, വിത്ത് എക്സ്ഹേൽ. ഓക്കെ, ഇത്രയും പ്രാണായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ, 2 ബ്രീത്തിങ്സിൽ വേറെ ആഡ് ചെയ്തു അല്ലേ. വായയുടെ ശ്വാസം എടുത്ത് മൂക്കിക്കിട്ട് വിടുകയും അതുപോലെ തന്നെ മൂക്കിക്കിടെ ശ്വാസം എടുത്തിട്ട് വായക്കിടെ വിടുകയും അല്ലേ. നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത് മൂക്കിക്കിടെ ശ്വാസം എടുത്തിട്ട് വായക്കിടെ പുറത്തേക്ക് കിട്ടും. ചെയ്ത് നോക്കാം അല്ലേ. സിറ്റ് സ്ട്രൈറ്റ് ഓർ സ്റ്റാൻഡ് ഡയറക്റ്റ്. ശ്വാസം എടുക്കുക, ഇൻഹേൽ, എക്സ്ഹേൽ ത്രൂ യുവർ മൗത്ത്, എക്സ്ഹേൽ. Inhale, exhale.
Inhale. Exhale. Inhale. Exhale. Now, fine. നമ്മൾ എന്ത് ചെയ്യണം? വായുടെ ശ്വാസം എടുത്തിട്ട് മൂക്കിൽ ഇടണം അല്ലേ? 5 പ്രാവശ്യം ചെയ്യണം. ശ്വാസം എടുക്കാൻ ചെയ്യാം. Exhale through your nostrils. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Last one here. Exhale. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഒരു വണ്ട് മൂളുന്ന ശബ്ദത്തോടു കൂടി ശ്വാസം പുറത്തേക്ക് പഠിച്ചു അല്ലേ? അതും ചെയ്യണം അല്ല. ബ്രീത്തിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും കേട്ടോ. മനസ്സിനെ ശാന്തമാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ മെഡിറ്റേഷനിലേക്ക് പോകുന്ന പോലും ഈ ബ്രീത്തിങ് എക്സസൈസിൻ്റെ സഹായമില്ലാതെ പോയാൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. ഹഠയോഗത്തിൽ പറയണം എങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ബ്രീത്തിങ് പഠിക്കുക. പ്രാണായാമങ്ങൾ നല്ലോണം അഭ്യാസം ചെയ്യുക. ഇതൊക്കെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞു സഹജ പ്രാണായാമങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം എന്ത് ചെയ്യണം? ഇപ്പോൾ വണ്ട് മൂന്ന് ശബ്ദത്തോടെ ശ്വാസം പുറത്തേക്ക്. ഓക്കെ, ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യാം. Exhale. Inhale. Yeah. Two more. Inhale. ഓക്കെ ഫൈൻ, അത്ര മതിയാവും. അപ്പോൾ 5 പ്രാവശ്യം അങ്ങനെ വണ്ട് മൂളുന്ന ശബ്ദത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ കിടക്കണം. സോ ഓക്കെ, ലേ ഡൗൺ ഓൺ യുവർ ബാക്ക് ഓൺ ശവാസൻ. നേരെ കിടന്നോളൂ. പതിയെ ലേശം കാൽപാദങ്ങൾ ലേശം അകത്തി വയ്ക്കുക, കൈപ്പത്തികൾ ലേശം അകത്തി വയ്ക്കുക, കൈ കമഴ്ത്തി വയ്ക്കരുത്, മലർത്തി വയ്ക്കണം. കണ്ണുകൾ അടച്ച് സുഖമായിട്ട് കിടക്കുക, റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. കുറച്ച് നേരത്തേക്ക് ശരീരം അനങ്ങേണ്ട ആവശ്യമില്ല എന്നർത്ഥം. കുറച്ച് നേരത്തേക്ക് ശരീരം അനങ്ങേണ്ട ആവശ്യമില്ല എന്നർത്ഥം. പതിയെ നിങ്ങളുടെ ശ്രദ്ധ അബ്ഡമിൻ്റെ മൂവ്മെൻറ്റിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അല്ലേ? അബ്ഡമിൻ്റെ മൂവ്മെൻറ്റിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം എടുത്ത് വിടുന്നതിന് വേണ്ടി യാതൊരു ബലം പിടിക്കേണ്ട ആവശ്യമില്ല. കണ്ണടക്കി വിട്ട് ക്ലോസ് യുവർ ഐസ്. നല്ല റിലാക്സ്ഡ് ആയിട്ട് ശ്വാസം എടുത്ത് വിടണം വിത്ത് കൺട്രോൾ. അങ്ങനെ
അബ്ഡമൻ്റെ ഇൻ ആൻഡ് ഔട്ട് മൂവ്മെൻറ്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം എടുത്ത് വിടുക. അങ്ങനെ സാധിച്ചാൽ പതിയെ നിങ്ങളുടെ ശ്രദ്ധ കാലിൻ്റെ വിരലിലേക്ക് കൊണ്ടുവരാം. മനസ്സുകൊണ്ട് പറയുക, മെൻ്റലി സജസ്റ്റിങ് യുവർ സെൽഫ്, എൻ്റെ കാലിൻ്റെ വിരലുകൾ, എൻ്റെ കാലിൻ്റെ പാദങ്ങൾ, കാൽവിരലുകൾ, കാൽപാദങ്ങൾ പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ കണ്ണങ്കാലുകൾ, കാഫ് മസിൽസുകൾ, കണ്ണങ്കാലുകൾ, കാഫ് മസിൽസുകൾ പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ കാൽമുട്ടുകൾ, എൻ്റെ തുട മസിൽസുകൾ, എൻ്റെ കാൽമുട്ടുകൾ, തുട മസിൽസുകൾ പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ ഇടുപ്പ് സന്ധികൾ, എൻ്റെ പെൽവിക് റീജിയൻ, എൻ്റെ ഇടുപ്പ് സന്ധികൾ പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. അങ്ങനെ അരയ്ക്ക് താഴേക്കുള്ള എല്ലാ ശരീരഭാഗങ്ങളും, അരയ്ക്ക് താഴേക്കുള്ള എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ ഉദരഭാഗം, എൻ്റെ ഹൃദയഭാഗം, എൻ്റെ ഉദരഭാഗം, ഹൃദയഭാഗം പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്തെ മാംസപേശികൾ, നട്ടലിൻ്റെ നടുവിലത്തെ മാംസപേശികൾ, നട്ടലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ മാംസപേശികൾ, നട്ടലിൻ്റെ എല്ലാ മാംസപേശികളും പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ കൈവിരലുകൾ, കൈപ്പത്തികൾ, കൈത്തണ്ടകൾ, കൈമുട്ടുകൾ, കൈയുടെ മാംസപേശികൾ, ബൈസെപ്സ്, ട്രൈസെപ്സ്, എൻ്റെ ഷോൾഡേഴ്സ്, എൻ്റെ രണ്ട് കൈകളും പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ മുഖത്തെ മാംസപേശികൾ, എൻ്റെ താടി, കവിൾത്തടങ്ങൾ, ചുണ്ടുകൾ, മൂക്ക്, കണ്ണുകൾ, കൺപുരുകങ്ങൾ, നെറ്റിത്തടം, ശിരസ്, എൻ്റെ മുഖത്തെ മാംസപേശികൾ, എൻ്റെ ശിരസ്
പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ ശരീരത്തിലെ എല്ലാ മാംസപേശികളും, എൻ്റെ ശരീരം പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ ശരീരത്തിലെ എല്ലാ മാംസപേശികളും, എൻ്റെ ശരീരം പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ ആന്തരികമായ എല്ലാ അവയവങ്ങളും, ഓൾ മൈ ഇൻറ്റേർണൽ ഓർഗൻസ്, എൻ്റെ ആന്തരികമായ എല്ലാ അവയവങ്ങളും പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ മനസ്സ് പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. വിശ്രാന്തി വിശ്രാന്തി. റിലാക്സ് റിലാക്സ് റിലാക്സ്. റിലാക്സ് റിലാക്സ്
ശരീര അവബോധത്തിലേക്ക് തിരിച്ചു വരിക. ഇൻ അവയർനെസ് ബാക്ക് ഇൻ യുവർ ബോഡി. ജെന്റ്ലി റോൾ യുവർ ഹെഡ് സൈഡ് ടു സൈഡ്. കഴുത്ത് 2 സൈഡിലേക്ക് റോൾ ചെയ്യുക. ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, ബാക്ക് ടു സെൻറ്റർ. സാവകാശത്തിൽ വലതുവശം ചരിഞ്ഞെടുക്കുക. കാലിൻ്റെ മുട്ടൊക്കെ മടക്കി കൈകളൊരു പില്ലോ പോലെയാക്കി സുഖമായിട്ട് കിടക്കുക, കുഞ്ഞു കുട്ടികളെ കിടക്കുന്ന പോലെ. ശേഷം സാവകാശത്തിൽ പതിയെ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുക. You can come up, come to sit up. ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പോസ്റ്റ്. ചമ്പരം പടിഞ്ഞു, കാല് നീട്ടി ഇരിക്കാം, തെറ്റൊന്നുമില്ല. ആൻഡ് കൈകളൊക്കെ ഒന്ന് കൂപ്പി നെഞ്ചോട് ചേർത്ത് ഒരു താമരമുട്ട് പോലെ വെച്ചോളൂ. ഇന്നലെ ചെയ്തതുപോലെ ഒരു 7 ഓം ചാൻഡിങ് കൂടി ചെയ്യണം. സോ നിവർന്നിരിക്കാം, നല്ലോണം ശ്വാസം എടുക്കുക, ഇൻഹേൽ ചെയ്യാം. ഒരുമിച്ച് ഒരുപോലെ ചെയ്യണം കേട്ടോ. Inhale. 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 Two more. Inhale. സാവകാശത്തിൽ പതിയെ കൈപ്പത്തികളൊക്കെ തമ്മിൽ കൂട്ടിത്തിരുമ്പോൾ കൈകളുണ്ടാകുന്ന ചെറിയ ചൂട് കണ്ണുകളിലേക്ക് മുഖത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഉള്ളം കൈയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണുകൾ സന്തോഷത്തോടുകൂടെ കണ്ണു തുറന്ന് വരിക. ഓക്കെ, ഹരിയോം തത്സത് നമഃശിവായ. അപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഈ ദിവസത്തെ ക്ലാസ് നിങ്ങൾ അങ്ങനെ ഡെയിലി ആയിട്ട് ചെയ്തു പോവുക. പിന്നെ എപ്പോഴെങ്കിലും അഡ്വാൻസ്ഡ് എന്തെങ്കിലും ക്ലാസ് ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇച്ചിരി വയ്യായുണ്ട്, കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ക്ഷീണമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ക്ലാസ്സിൻ്റെ ഇത് എന്താ പറയുക ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഡെയിലി ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 7 ദിവസത്തെ ഇഷ്ടമുള്ള ഏത് ക്ലാസ് ചെയ്താലും കുഴപ്പമില്ല. അവസാനം ചെയ്യുക നല്ലത്. ഇന്നലെ 6-ാം ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് ചെയ്താൽ ആ ക്ലാസ് ചെയ്തോളൂ എന്നുള്ളതാണ്. ഡെയിലി ചെയ്യുക. 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താം. ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഭഗവാൻ, ഭഗവതി, ജഗതീശ്വരൻ, സർവമായിട്ട് നിൽക്കുന്ന ഈശ്വരൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും കാണാം, കണ്ടുമുട്ടാം. ഓക്കെ, നമഃശിവായ.